ആദിത്യ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ലൈഫ് റീസെറ്റിംഗ് വ്ളോഗ് ആയിട്ടാണ്. അതായത് നമ്മുടെ ലൈഫിലുള്ള ബാഡ് ഹാബിറ്റ് ഒക്കെ എങ്ങനെ എടുത്തു കളയാം, അറ്റ് ദ സെയിം ടൈം നല്ല പല ഹാബിറ്റുകളും നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കി എങ്ങനെ മാറ്റാം. നമുക്ക് എല്ലാവർക്കും ലൈഫിനെ പറ്റി പല പല പ്ലാനിങ്സ്, പല പല ഐഡിയ, ഗോൾ ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ എങ്ങനെ നമ്മുടെ ലൈഫിൽ എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം, ലൈഫ് പുതുതായി ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുന്ന ഒരു വ്ളോഗാണ്. അതായത് ഇന്ന് ഈ ഒരു മൊമെന്റിൽ രാത്രി 8 മണിയാണ്. അപ്പൊ ഇന്ന് രാത്രി 8 മണി മുതൽ നാളെ രാവിലെ തൊട്ട് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓരോ മൊമെന്റ്സ് ആയിരിക്കും ഞാൻ ഇന്ന് ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് തന്നെ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കുവാണ്. ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, അത് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ജേണലിനകത്തൊക്കെ എഴുതി കൊടുക്കുകയാണ്. കാരണം അങ്ങനെ എഴുതുന്നത് നമ്മുടെ മൈൻഡിന് കുറച്ചുകൂടി ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ എൻ്റെ ഡയറിൻ്റെ അകത്തേക്ക് എൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എന്ത് ഹാബിറ്റ്സ് ആണ് നമ്മുടെ ലൈഫിനെ നശിപ്പിക്കുന്നത്, അതെങ്ങനെ ഒഴിവാക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഡീടോക്സിംഗ് ആണ്. അതായത് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പ്ലാൻ ചെയ്ത് റിട്ടേൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നാളെ മുതലാണ് ഞാൻ ആക്ഷനിലോട്ടേക്ക് കൊണ്ടുവരുന്നത്. അതായത് മെയിൻലി രാവിലെ എണീക്കണം, പിന്നെ എന്തൊക്കെ ഹാബിറ്റ്സ് ആണോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഞാൻ നാളെ മുതലാണ് റിയൽ ലൈഫിലോട്ടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കരുതി ആ ഡെസ്കും പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ലത്. കാരണം നമ്മുടെ മൈൻഡ് ഒന്നും കൂടി ഡീക്ലറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉറങ്ങാനുള്ള ചെറിയ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞാൻ അലാറം സെറ്റ് ചെയ്യുന്നത് ഈ ഒരു അലാറത്തിലാണ്. കാരണം ഞാൻ ഫോണിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അലാറം ഓഫാക്കുന്ന ടൈം മുതൽ ഞാൻ ഒരുപാട് സ്ക്രീൻ ടൈം എടുക്കാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാനിത് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഞാൻ വെറും 140 റുപ്യക്ക് എന്തോ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് അധികം ലേറ്റ് ആക്കാണ്ട് വേഗം തന്നെ പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കാനുള്ളതാണ്. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ രാവിലെ 5 മണിക്ക് എണീച്ചിട്ടുണ്ട്. നല്ല ടഫായിരുന്നു. ഉള്ളിലുള്ള മടീൻ്റെ കൂടെ തന്നെ ഫൈറ്റ് ചെയ്ത് ഫൈനലി നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് എന്തായാലും ഒന്ന് ഫ്രഷ് ആയി ചെറിയ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ പരിപാടിയിലോട്ടേക്ക് കിടക്കാവേ. രാവിലെ എണീച്ച് ഒന്ന് ഫ്രഷായി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാന്നുള്ളത് ഞാൻ നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് കോഗ്നിറ്റീവ് സിസ്റ്റത്തിനാണെന്നുണ്ടെങ്കിലും സ്കിന്നിനാണെന്നുണ്ടെങ്കിലും ബോഡിക്കാണെന്നുണ്ടെങ്കിലും ഹെയറിനാണെന്നുണ്ടെങ്കിലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് വെള്ളം. അപ്പോൾ ഇങ്ങനെ ഡെയിലി 2 ലിറ്റർ വെള്ളം വീതം കുടിച്ചിട്ട് അതെൻ്റെ ലൈഫിൻ്റെ ഒരു റൊട്ടീനാക്കി മാറ്റണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 5-10 മിനിറ്റ് മെഡിറ്റേഷനും ചെയ്ത് ചെറിയൊരു സ്ട്രെച്ചും കൂടി ചെയ്യാം. ഇത് നമ്മൾ തുടങ്ങുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ ഒരുപാട് സമയമൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഇത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഗോൾ എന്ന് പറയുന്നത്. ഇതൊരു ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇന്ന് 2 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നാളെ അത് 3 മിനിറ്റ്, മറ്റന്നാൾ 4 മിനിറ്റ്, അങ്ങനെ ഓരോ ദിവസം ബെറ്ററാക്കി കൊണ്ടുവരണം എന്നാണ് കരുതുന്നത്. കൂട്ടത്തിൽ ഇത് ലൈഫിൻ്റെ ഒരു റൂട്ടീനും ആക്കി മാറ്റണം. കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചർ ആണെന്നാണ് മൊത്തത്തിൽ പറയുന്നത് കേട്ടിട്ടുള്ളത്. സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നലെ രാത്രി കുറച്ച് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഇനി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തതെന്നനുസരിച്ചിട്ടുള്ള. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു ടു ഡു ലിസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം ഇന്നലൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ടാസ്ക്കാണുള്ളതെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ള ഒരു വലിയ മിസ്റ്റേക്കാണ് ആരംഭ ശൂരത്വത്തിൻ്റെ പുറത്ത് ഒരുപാട് ടാസ്ക് അങ്ങ് എഴുതി വെക്കും. നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആകെ മൊത്തത്തിലൊരു ഡിസപ്പോയിൻമെൻറ്റ് വരും. എനിക്കിതൊന്നും പറ്റിയില്ലല്ലോ, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല പറഞ്ഞിട്ട് നിർത്തിയിട്ട് അങ്ങ് പോകും. എന്നാൽ ഇന്ന് ഞാൻ ആ ഒരു മിസ്റ്റേക്ക് വീണ്ടും കാണിക്കുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ടു ഡു ലിസ്റ്റാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു മോട്ടിവേഷനും കിട്ടും. അത് കുറച്ച് നമുക്ക് കൊണ്ട് പറ്റുന്ന ആയതിനെ കൊണ്ട് തന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് അതൊക്കെ ക്ലിയർ ചെയ്യും. അപ്പോൾ ഒരു മോട്ടിവേഷനാണ് പിറ്റേ ദിവസം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കും. നമുക്കിനി ഫസ്റ്റ് സ്റ്റഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ടൈമിൽ ഞാൻ ഫോൺ തൊടുകയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ വെറുതെ ക്ലാസ് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ പിന്നെ ആ ഡേ മൊത്തം ഫോണിൻ്റെ അകത്തേക്ക് തന്നെ ആയിപ്പോവും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കരുതുന്നത് നമ്മൾ ബുക്കൊക്കെ നോക്കി പഠിക്കുന്നത്, റിവിഷൻ, കാൽക്കുലേഷൻ, അതേപോലത്തെ സാധനങ്ങളൊക്കെ നോക്കാമെന്നുള്ളതാണ്.
സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ വിചാരിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും രാവിലെ എണീച്ചിരിക്കുന്നു, ഫോൺ എടുക്കുന്നു, സ്ക്രോൾ ചെയ്യുന്നു, ആ ഒരു ലൂപ്പ് പെട്ട് കിടക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ടാസ്ക്, ചായ കുടിക്കലല്ല. ചായ കുടിക്കുമ്പോൾ ഫോൺ നോക്കി സ്ക്രോൾ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്ത് നിർത്തലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചായ കുടിക്കുമ്പോൾ എനിക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ടാസ്ക്കാണ് സ്ക്രീൻ ടൈം ഇല്ലാണ്ട് ഫോൺ സ്ക്രോൾ ചെയ്യാണ്ട് കുടിക്കുക എന്നുള്ളത്. നമ്മൾ അതും അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കരുതുന്നത് കുറച്ച് സമയം ഒന്ന് ബ്രേക്ക് കൊടുക്കുക എന്നുള്ളത്, സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് എന്റെ മെയിൻ ഗോള്. അതുകൊണ്ട് ഞാൻ കരുതി ഈ ഒരു ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കി പെറുക്കി വെക്കുക, ആ പരിപാടിയിലേക്കാണ് പോകുന്നത്. നമ്മൾ എടുക്കുന്ന ബ്രേക്ക് ടൈമിൽ നമുക്ക് വേണ്ടി ഇതേപോലത്തെ എന്തെങ്കിലും ടാസ്ക്കാണ് അസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ പണിയും കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എന്തെങ്കിലും ചെയ്ത് തീർത്തതുപോലെ തന്നെ എന്നിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ച് വന്നിരുന്ന് പഠിക്കാനും പറ്റും. നേരെ തിരിച്ചിട്ട് നമ്മൾ അതിന് പകരം ഫോൺ സ്ക്രോൾ ചെയ്യാനാണ് ഓപ്ഷൻ എടുത്തതെന്നുണ്ടെങ്കിൽ 5 മിനിറ്റത്തെ ബ്രേക്ക് 5 മണിക്കൂറായിട്ടായിരിക്കും കഴിയുണ്ടാവുക. നമ്മളെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ബ്രേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റഡി സെക്ഷൻ്റെ അകത്തേക്ക് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് എടുക്കാം. ക്ലാസ് കാണാനും നോട്ട് എഴുതലും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടൈം അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ രാവിലെ എണീച്ച് സ്ക്രീൻ ടൈം ഒക്കെ ഒഴിവാക്കി ആ ഒരു സ്റ്റഡി സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏകദേശം പണികളൊക്കെ നമ്മുടെ ടു ഡു ലിസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു 1 hour ഒക്കെ ഒരു ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സെൽഫ് കെയറും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. നല്ലൊരു ഫേസ് പാക്ക്, ബോഡി മൊത്തത്തിലൊന്ന് എണ്ണയൊക്കെ തേച്ച് നല്ലൊരു കുളി പാസ്സാക്കുക എന്നുള്ളതാണ് വൈകുന്നേരങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഹാപ്പി ആക്കുന്ന ആ ഒരു സംഭവമായിരിക്കണം നിങ്ങൾ ഈ ടൈമിൽ ചെയ്യേണ്ടിരുന്നത്. നമ്മൾ രാവിലെ സ്ട്രെസ് എടുത്ത് പഠിച്ചതിൻ്റെ എല്ലാ സ്ട്രെസ്സും ഇവിടെ ഒഴുകി അങ്ങ് പോകണം. സോ ഞാൻ നല്ല രീതിക്ക് ഒരു ഡിറ്റാനിങ് ഫേസ് പാക്ക് ഒക്കെ ഇട്ട് ശരീരം മൊത്തത്തിൽ ഓയിലൊക്കെ തേച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് പ്ലേ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫേസ് പാക്കും എണ്ണയൊക്കെ ബോഡിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത് ഞാൻ കരുതി ആ ടേബിളൊക്കെ ഒന്ന് ചെറുതായിട്ട് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. കാരണം കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയുള്ള ടേബിൾ കുത്തിന് ജേർണലിങ് എഴുതുമ്പോൾ കിട്ടുന്ന ആ ഒരു ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാവേ. നല്ലൊരു നീണ്ട കുളി കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സുഖമുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്കിൻ കെയർ കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കാവേ. അധികം ലേറ്റ് ആക്കാണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാവേ. ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ കുറച്ച് ബോഡി ലോഷനൊക്കെ കാലിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. പരിപാടികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നല്ല സൂതനിങ് ആയിട്ടുള്ള ഒരു സോങ്ങും അതേപോലെ വാം ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് ജേർണലിങ് ചെയ്താലോ. ഞാൻ ഈ ഒരു ഡേയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജേർണലിംഗ് ആണ്. എന്താ അറിയില്ല, ജേർണലിംഗ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിൻ്റെ ഒരു ഭയങ്കര സമാധാനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ സ്ഥിരമായിട്ട് ജേർണലിംഗ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഇന്നത്തെ എൻ്റെ ഈ ഒരു മൊമെൻറ്റോട് ഞാൻ എന്തായാലും ഉറപ്പിക്കുകയാണ് ഇതെൻ്റെ റൊട്ടീൻ്റെ ഭാഗം ഞാൻ ആക്കിയിരിക്കും. ബിക്കോസ് ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്തതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡിലുള്ള ആങ്സൈറ്റി, സ്ട്രെസ്സ്, ഡിപ്രഷൻ ഇതുപോലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്നാണ് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുണ്ടെന്ന് കണ്ടിട്ടുള്ളത്. സോ നിങ്ങൾ ഇതുവരെ ജേർണലിംഗ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒറ്റ തവണ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ നിങ്ങളിത് വിടൂല. കാരണം നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അങ്ങനെ ജേർണലിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ മൈൻഡ് ഭയങ്കര കാമായോണ്ടാണോ എന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നെ. പക്ഷെ എന്നാലും ഞാൻ എനിക്ക് കൊടുത്ത വലിയൊരു പ്രോമിസാണ് ഒരു ദിവസം ഒരു പേജെങ്കിലും ഞാൻ വായിച്ചിരിക്കും എന്നുള്ളത്. സോ ഞാൻ ഇരുന്നിട്ട് 1-2 പേജ് ഞാൻ ചെറുതായിട്ട് റീഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ഒരു റീസെറ്റിംഗ് ഡേയിൽ നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന പല ഹാബിറ്റ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങോട്ടും കൊണ്ടുപോകണം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാനിനി ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, ഇത് ഞാനൊരു ചലഞ്ചായിട്ട് ഷോർട്സ് ആയിട്ട് ഡെയിലി ഇടണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ ഈ ഒരു റീസെറ്റിംഗ് ഡേയിൽ ഞാൻ എനിക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു ടാസ്ക് എനിക്ക് ജയിക്കാൻ പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നീച്ച പാടിൽ 1 മണിക്കൂറും രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നുള്ള ആ 1 മണിക്കൂറും ഫോണിൽ വെറുതെ സ്ക്രോൾ ചെയ്യൂല എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാക്ക് എനിക്ക് എന്തായാലും പാലിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അലാറമൊക്കെ സെറ്റ് ചെയ്ത് കിടന്നുറങ്ങാം. കാരണം നാളെ നമുക്ക് രാവിലെ എണീക്കാനുള്ളതാണല്ലോ.